ചാറ്റ് ജി പി ടി പറയണ ആദ്യത്തെ 5 മിനിറ്റിൽ ഹുക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെയൊക്കെ പിടിച്ചെടുത്താന്നാണ്. എനിക്കറിയില്ല നിങ്ങളത് കണ്ടുകൊണ്ടിരിക്കുമെന്നോ നിങ്ങളത് കാണുമെന്നോ ഇത് എത്ര പേര് കാണുമെന്നോ പോലും എനിക്കറിയില്ല. ഓക്കെ, വാട്ടവർ, എന്തെങ്കിലും ആവട്ടെ, എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അല്ലാണ്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ വീഡിയോ നിങ്ങളിപ്പം കാണുന്നുണ്ടെങ്കിൽ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് കാണുന്നത്. ആവോ എന്തൊക്കെയാണ് ഞാൻ പറയണം. അപ്പോൾ ഇതിപ്പോൾ എങ്ങോട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോൾ സ്ഥലം ബാംഗ്ലൂരാണ്. ബാംഗ്ലൂർ കോറമംഗലയാണ്. കോറമംഗലയിൽ നിന്ന് ലുലു മാളിലോട്ട് പോവുകയാണ്. അതായത് മജസ്റ്റിക്കിനടുത്താണ് ലുലു മാൾ ഉള്ളത്. വേറെയും ലുലു മാൾ ഉണ്ട് ഇവിടെ, പക്ഷെ അതെവിടെയാണെന്ന് അറിയില്ല. പക്ഷേ ഇത് മജസ്റ്റിക്കിൻ്റെ അടുത്താണ് ലുലു മാൾ. ഇവിടുന്ന് ഒരു 10-12 കിലോമീറ്റർ ഉണ്ട്. അങ്ങോട്ടാണ് പോണത്. ഞാനിപ്പോൾ ഇരിക്കുന്നത് കേരള വണ്ടിക്കകത്താണ്. ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന വണ്ടിയാണത്. അപ്പോൾ ഇവിടെ നല്ല ട്രാഫിക് ഉണ്ട്. ഇന്ന് വെള്ളിയാഴ്ച വൈകിട്ടും കൂടെ ആയതുകൊണ്ട് നല്ല ട്രാഫിക് ഉണ്ട്. അപ്പോൾ ഈ ട്രാഫിക്ക് കഴിഞ്ഞിട്ട് ഇനിയിപ്പം കുറേ ട്രാഫിക് ഉണ്ടാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇന്നിപ്പം ബസ്സുകൾ കുറേ ഉണ്ടാവുന്നതുകൊണ്ടും നല്ല ട്രാഫിക്ക് ഉണ്ടാവും. എനിക്കറിഞ്ഞൂടാ, ഞാനിപ്പം തൊണ്ട ശരിയാക്കിയപ്പോൾ ശബ്ദമൊക്കെ ഇതിനകത്ത് വരാമോ എന്നൊന്നും എനിക്കറിയില്ല. ഇതൊക്കെ ആസ്വാദനത്തിനെ ബാധിക്കുമോ എന്ന് പോലും എനിക്ക് അറിയില്ല. എന്തായാലും ഇത് ഞാൻ കുറച്ച് ട്രാഫിക്കാണ്, അപ്പോൾ കുറച്ച് അടിച്ച് വിട്ട് കുറച്ച് സ്പീഡിൽ പോയിട്ട് അതാവും അല്ലെങ്കിൽ ഭയങ്കര അരോചകമായിരിക്കും എന്ന് പറഞ്ഞാൽ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ കുറേ വീഡിയോക്കകത്ത്. അപ്പോൾ ഞാൻ എന്ത് വിചാരിക്കണമെന്ന് പറഞ്ഞാൽ ഇതൊരു മാൾ ഹണ്ടിങ് പോലെ തുടങ്ങാം എന്നാണ് വിചാരിക്കുന്നത്. ഒരു സീരീസ് പോലെ ബാംഗ്ലൂരിലുള്ള കുറേ മാൾസ് പോയി കാണാം. അതിങ്ങനെ പോയി കണ്ടാണ്. കുറേ മാളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MG റോഡിൻ്റെ അവിടെ കുറേ നല്ല ഭയങ്കര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പൈസക്കാർ മാത്രം പോകുന്ന മാൾ വരെ അവിടെയുണ്ട്. അത് നമുക്ക് പോയി ചുമ്മാ കാണാമെന്നല്ലാണ്ട് വലിയ പരിപാടി അതിനകത്തുനിന്ന് ഒന്നുപോലും മേടിക്കാനും അങ്ങനെ പരിപാടിയൊന്നും നടക്കില്ല. ഇപ്പം ഇവിടെ സ്ഥിരമായിട്ട് പോകുന്നൊരു മാളാണെങ്കിൽ ലുലു മാൾ. ഇവിടെ ആകുമ്പോൾ പോയി കഴിഞ്ഞാൽ കുറച്ച് നല്ല വൃത്തിക്ക് സാധനങ്ങൾ കുറേ കിട്ടും. പിന്നെ റേറ്റ് കുറച്ച് കാര്യങ്ങൾ കിട്ടും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോകാറുണ്ട്. മന്ത്ലി 2-3 വട്ടം പോകാറുണ്ട്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞു പോണതിന് കണ്ടിന്യൂറ്റി ഉണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. അപ്പോൾ ഇന്ന് പോണതിൻ്റെ 2-3 ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒന്ന് ഈ വീഡിയോ എടുക്കുക, ഓഫ് കോഴ്സ്, അതാണ് 90% ഉദ്ദേശം. പിന്നെ അവിടെ മൈയോപ്പിയുടെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ഒരു പെർഫ്യൂം എന്തെങ്കിലും കിട്ടുമെന്നുണ്ടെങ്കിൽ, നല്ല ഇഷ്ടപ്പെട്ടൊന്ന് കിട്ടുമെന്നുണ്ടെങ്കിൽ അത് പർച്ചേസ് ചെയ്യാം എന്നുള്ള വേറൊരു ഉദ്ദേശവും കൂടെ ഉണ്ട്. അങ്ങനെ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് നല്ല ട്രാഫിക് ഉണ്ട്. പക്ഷേ നമ്മളൊരു 10-30 മിനിറ്റ് കൊണ്ട് അങ്ങ് എത്തിയിട്ട് അവിടെ പാർക്കിംഗ് ഉണ്ട്. ഇന്നിപ്പം വെള്ളിയാഴ്ച ആയതുകൊണ്ട് സാധാരണ അവിടെ 2 പാർക്കിംഗ് ഉണ്ടാവും. ഒന്ന് നമ്മളിപ്പോൾ ഇറങ്ങി വന്ന സ്ഥലത്ത് നിന്ന് ഇടത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ പുറത്ത് പാർക്കിംഗ് വയ്ക്കുക. അതാകുമ്പം മണിക്കൂറിനല്ല പൈസ അവിടെ വരണം. അത് അവിടെ അല്ലാണ്ട് നോർമലായിട്ട് പൈസയാണ് ഉണ്ടാവണം. അതെനിക്ക് തോന്നുന്നു 50 രൂപയാണെന്ന് തോന്നുന്നു. 50 രൂപ. അത് വീക്കെൻഡിൽ മാത്രമേ ഉണ്ടാവുക. ശനി ഞായർ മാത്രമാണ് അവിടെ പരിപാടി ഉണ്ടാവുക, ആ ഒരു പാർക്കിംഗ്. അതായത് ശനി ഞായർ മാത്രം വരുമ്പോൾ സെക്യൂരിറ്റി പറയും ഇടത്തോട്ട് പോയിട്ട് അവിടെ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 50 രൂപ മാത്രം കൊടുത്താൽ മതി. നമ്മളിപ്പം പാർക്ക് ചെയ്തേക്കുന്നത് മണിക്കൂറിനാണ് പാർക്കിംഗ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു മണിക്കൂറിന് നല്ല ചാർജാണ്. ഞങ്ങൾ ഏകദേശം 2 മണിക്കൂർ അവിടെ നിന്നതിന് 50 രൂപ എന്തോ പരിപാടി അവിടെ. അപ്പോൾ ഇതിനകത്ത് വേറൊരു അബദ്ധം പറ്റി. പാർക്കിംഗ് ചെയ്തിട്ട് ഞാൻ വന്നപ്പം ഞാൻ ക്യാമറയൊക്കെ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് ഇപ്പം ബാക്കിയുള്ളവരതെങ്ങനെ ഞാൻ ക്യാമറയും കൊണ്ട് നടക്കണത് അവരെങ്ങനെ എടുക്കുമെന്നുള്ളത് കൊണ്ട് അവരുടെ പ്രൈസും കൂടെ നമ്മൾ മാനിക്കണമെന്നുള്ളത് കൊണ്ട് ഞാൻ 2 പേര് വന്നപ്പോൾ അതൊന്ന് ഹൈഡ് ചെയ്തു. എന്നിട്ട് ഞാൻ ക്യാമറ ഓണാക്കാൻ മറന്നുപോയി. അതുകൊണ്ട് പുറത്തുനിന്ന് വന്ന് കയറിയ കുറേ വിഷ്വൽസ് എടുക്കാൻ പറ്റിയില്ല. അതായത് ആ ബേസ്മെൻറ്റിൽ നിന്ന് മുകളിലോട്ട് കയറി വന്ന കുറേ എടുക്കാൻ പറ്റിയില്ല. ആദ്യം ഡെക്കാത്തലുള്ളിൽ കയറി വന്നിട്ടൊരു ബാഗ് നോക്കാൻ വേണ്ടിയിട്ട് അവിടെ ഈ ചെറിയ 200 രൂപയുടെ ബാഗ് ഉണ്ടല്ലോ, അത് നോക്കാൻ വേണ്ടിയിട്ട് കയറിയപ്പോഴാണ് ഒന്ന് ക്യാമറ നോക്കിയപ്പോഴാണ് റെക്കോർഡ് ആവണില്ല എന്നായിരുന്നു പ്രശ്നം എന്ന് ഞാൻ എപ്പോഴാണ് മനസ്സിലാക്കിയത്. അപ്പം പിന്നെ റെക്കോർഡ് ചെയ്തു. അതാണ് ആദ്യത്തെ കുറേ വിഷ്വൽസ് ഉണ്ടാകുന്നത്. ഇത് ഈ ലുലുവിനകത്ത് ഹൈപ്പർ ഉണ്ട് മെയിനായിട്ട്. പിന്നെ കുറേ പരിപാടിയുണ്ട്. കണക്റ്റ് ഉണ്ടായിരുന്നു, പക്ഷെ അത് അവരിപ്പോൾ അടച്ചു. കണക്റ്റ് ഇപ്പോൾ അവിടെ ഇല്ല. കണക്റ്റ് ഇപ്പോൾ അവർ കമ്പൈൻ ചെയ്ത് ഹൈപ്പറിൻ്റെ കൂടെ കമ്പൈൻ ചെയ്തിട്ട് അവർ നടത്താണ്. കണക്റ്റ് ഒരു സ്റ്റാൻഡ് അലോൺ കണക്റ്റ് ഉണ്ടായിരുന്നു അവർക്ക്, പക്ഷെ അത് അവർ അടച്ചു. അങ്ങനെ ഞങ്ങളിതിപ്പോൾ മയ്യോപ്പിയിൽ വന്നു. മയ്യോപ്പിയിൽ വന്നിട്ട് ഞാൻ കുറേ
നമ്മൾ ഒബിയസ്ലി മലയാളികളാണ്. ഞാൻ ആദ്യം പുള്ളിയോട് ചോദിച്ചത് ഒരു ബോട്ടിൽ എടുത്തിട്ട് ആ ബോട്ടിൽ എത്ര രൂപയാണെന്ന് ചോദിച്ചു. അപ്പം അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ 1799 മുതൽ 3500 സംതിങ് വരെയുള്ള റേഞ്ചിലുണ്ട്. പിന്നെ അവർക്ക് ഓഫറുണ്ട്. ആ ഒരു ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ 2 ഗെറ്റ് 1 ഓഫർ എന്ന് പറഞ്ഞാൽ അത് കോമൺ ആയിട്ടുള്ള കുറേ കാലം കൊണ്ടുള്ള ഓഫറാണെന്ന് തോന്നുന്നു. ഞാൻ എന്ന് നോക്കിയപ്പോൾ ആ ഓഫർ കാണാം, ഈ പരസ്യങ്ങളിലൊക്കെ ആ ഓഫർ കാണാം. കുറേ കാലമായിട്ടുള്ള ഓഫറാണെന്ന് തോന്നുന്നു, അത് ബൈ 2 ഗെറ്റ് 1 ഓഫർ. ആ ഓഫറാണ് ഞാൻ നോക്കണം, അതിനകത്ത് എങ്ങനെ നോക്കിയിട്ട്. പക്ഷെ ഞാൻ വിചാരിച്ചു ഞാനൊരു 599 രൂപ 799 രൂപ റേഞ്ചിൽ. പക്ഷേ ഇവരുടെ സ്റ്റാർട്ടിങ് തന്നെ പറഞ്ഞത് 1799. പക്ഷേ 1799 ഒരു സൈറ്റും ഇല്ല. 1999 ഇവർക്ക് മോസ്റ്റ്ലി ഉള്ള ഐറ്റംസ് എല്ലാം ഉണ്ടാവുക. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ആ ഓഫറിന് 2 എണ്ണം മേടിച്ചു, 3 എണ്ണം മേടിച്ചു. 2 എണ്ണത്തിന് പൈസ കൊടുത്തിട്ട് 3 എണ്ണം, ഒരെണ്ണം ഫ്രീ കിട്ടില്ല. അങ്ങനെ 3 എണ്ണം മേടിച്ചു. കുറേ നാളായിട്ട് വിചാരിക്കുമായിരുന്നു മയോപ്പിൽ പോയിട്ട് മേടിക്കണമെന്ന്. പക്ഷെ എപ്പോഴും പറ്റണ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരവിടെ ചെല്ലുമ്പോൾ ഇവിടെ കോറമംഗലയിലൊരു നെക്സസ് മാൾ എന്ന് പറഞ്ഞ മാളിനകത്ത് ഇവർക്ക് മയോപ്പിയുടെ ഔട്ട്ലെറ്റ് ഉണ്ട്. പക്ഷെ ഇവർക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെല്ലുമ്പോൾ ഇവരുടെ പെരുമാറ്റം ചിലപ്പം അവരിനി എക്സോസ്റ്റഡ് ആയിട്ട് ഇരിക്കണതാണ്. നമ്മൾ വൈകിട്ടായിരിക്കും പോകണത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി കഴിഞ്ഞ് വന്നിട്ട് പോകുന്നത് എപ്പോഴും വൈകിട്ടായിരിക്കും സമയം കിട്ടുക. അപ്പം പോകുമ്പോൾ ഇവർ ഒരു സഹകരണ മനോഭാവം ഇവർക്ക് ഉണ്ടാവാറില്ല. അപ്പം എപ്പോഴും അതിനകത്ത് നമ്മുടെ കുറച്ച് സമയം ചിലവഴിച്ച് പൈസ ചിലവഴിച്ച് മേടിക്കാനുള്ള ഒരു മാനസികാവസ്ഥ നമുക്ക് ഉണ്ടാവാറില്ല. അങ്ങനെ പലപ്പോഴും അത് മിസ്സായി പോവാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ഈ പുള്ളിനെ കണ്ടപ്പോൾ ഈ പുള്ളി നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കുറേ മണങ്ങൾ ട്രൈ ചെയ്തു. കുറേ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവസാനം വന്നപ്പോൾ ആ മണം ട്രൈ ചെയ്യുന്ന ആ ഒരു ചെറിയൊരു കാർഡ് പോലെ ഞങ്ങളുടെ ഭാഗത്ത് കുറേ ഉണ്ടായിരുന്നു. ഒരു 10-30 എണ്ണം ഞങ്ങൾ ട്രൈ ചെയ്തു. അതിനകത്തുനിന്നൊരു 3 എണ്ണമാണ് ഞങ്ങൾ മേടിച്ചത്. ഞങ്ങളെന്ന് പറയുമ്പോൾ ഞാനും വൈഫും ഉണ്ടായിരുന്നു. വൈഫിനെ എനിക്കൊന്ന് ഇതിനകത്ത് കുറച്ച് കാണാൻ പറ്റുമെന്ന് തോന്നണം, എൻ്റെ കൂടെ നടക്കണം. വൈഫും ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് 2 പേർക്കും ഇഷ്ടപ്പെടുന്ന 2-3 എണ്ണം യൂണിസെക്സ് ആയിട്ടുള്ളത് 2-3 എണ്ണം മേടിച്ചു. ഞാൻ പിന്നെ ഡെയിലി ഓഫീസിൽ പോകുന്നതുകൊണ്ട് എനിക്ക് ഡെയിലി വെയർ ആയിട്ടും ഞങ്ങൾ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള എല്ലാം മേടിച്ചു. ഞങ്ങളൊരു മൈൽഡായിട്ടുള്ളതാണ് മേടിച്ചത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് കുറച്ച് മുകളിലോട്ടൊക്കെ പോയി. അവിടെ സ്റ്റുഡിയോ ഒക്കെ ഉണ്ട്. സ്റ്റുഡിയോ വെസ്റ്റ് സൈഡിന് തന്നെ 2 ഫ്ലോറിലായിട്ട് വെസ്റ്റ് സൈഡ് അങ്ങനെയൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ മാക്സ് ഉണ്ട്. പിന്നെ ഇവിടെ ഞാൻ എങ്ങും കാണാത്തൊരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലുലു മാളിൽ കണക്റ്റിൻ്റെ കൂടെ തന്നെ ഇവർ റിലയൻസിന്, അതായത് കണക്റ്റിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ റിലയൻസിന് ഒരു സ്ഥലം കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ ഉണ്ട്. പക്ഷെ എനിക്കൊന്നും ഈ വീഡിയോയിൽ അതില്ല എന്ന് തോന്നുന്നു. റിലയൻസിൻ്റെ റിലയൻസ് ഡിജിറ്റൽ ഇവരുടെ കണക്റ്റിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അവരവിടെ കണക്റ്റ് ക്ലോസ് ചെയ്തു. അവരിനി അവിടെ തുടങ്ങണില്ല എന്നാണ് ഞാൻ അവിടെ ഒരാളോട് ചോദിച്ചപ്പോൾ. അവിടെ ഇപ്പം കാണുന്നില്ല, നിങ്ങൾക്ക് ഇവിടെ കണക്റ്റിൻ്റെ ചെറിയൊരു ഔട്ട്ലെറ്റ് മാത്രമാണ്, ചെറുത്. അതായത് ഹൈപ്പറിൻ്റെ കൂടെ കൂട്ടിയിട്ട്. എനിക്കൊന്നും ഇത് ഇവിടെ വെക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഞാൻ എപ്പോഴും ഇവിടെ വന്നാലും കണക്റ്റിൽ പോവുക എന്നുള്ളതൊരു സ്ഥിര പരിപാടിയായിരുന്നു. എനിക്ക് ഈ ടെക്കുമായിട്ട് ഭയങ്കര ഇഷ്ടമുള്ളത് കൊണ്ട് എപ്പോഴും ഇവിടെ വന്നു കഴിഞ്ഞാൽ പോവുക. ഇവരവിടെ കൊണ്ട് ഹൈപ്പറിൻ്റെ കൂടെ ഇത് വെച്ചിട്ട് ഭയങ്കര അലിമ്പാക്കി എന്ന് പറയാൻ, കണക്റ്റിൻ്റെ ഒരു ഇതങ്ങ് ഇല്ലാണ്ടാക്കി. അല്ലെങ്കിൽ അവർ കുറച്ച് സ്ഥലം എടുത്തിട്ട് കുറച്ച് നന്നായിട്ട് വെക്കായിരുന്നു. കുറച്ച് ഏരിയ അതിന് വേണ്ടി, കണക്റ്റിന് വേണ്ടി മാത്രം എടുത്തിട്ട് കുറച്ച് നന്നായിട്ട് കുറേ ഐറ്റംസ് ആയിട്ട് ഇവർ വെക്കായിരുന്നു. പക്ഷേ അതൊരു വല്ലാത്ത എന്തോ കണക്റ്റിന് വേണ്ടിയിട്ട് വേണം എന്നുള്ള രീതിയിൽ ആക്കി. അങ്ങനെ കുറച്ച് പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഡവിൻ്റെ സോപ്പ് എടുത്തു. സോപ്പ് തീർന്നിരിക്കുകയായിരുന്നു. അങ്ങനെ സോപ്പ് മേടിച്ചു. അങ്ങനെ ഇവിടെ സാധാരണ വന്നു കഴിഞ്ഞാൽ ഇവിടെ നല്ല ഫ്രഷ് ഫ്രൂട്ട്സ് കിട്ടും. അപ്പോൾ ഞങ്ങൾ സാധാരണ ഇവിടെ വന്നു കഴിഞ്ഞാൽ മാങ്ങ, ഓറഞ്ച് അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ആയിരിക്കും മേടിക്കാൻ നോക്കി. അപ്പോൾ ഇവിടെ വന്ന് ഇതിങ്ങനെ മേടിച്ചുകൊണ്ട് എനിക്ക് നേരത്തെ അറിയായിരുന്നു ഹൈപ്പറിൽ ഇവർ വന്നു കഴിഞ്ഞാൽ ഇവർ വീഡിയോസ് അലോഡ് ചെയ്യില്ല, അങ്ങനെ എനിക്കറിയായിരുന്നു. അപ്പം ഞാനവിടെ വന്ന് ഇതുകൊണ്ട് വന്നപ്പോഴേ എൻ്റെ കയ്യിലിരിക്കണ ക്യാമറ കണ്ടിട്ട് ഇപ്പോൾ അവിടെ നിൽക്കണം. ആ പച്ചയും ആ സെക്യൂരിറ്റിയുടെ യൂണിഫോം ഇട്ടിരിക്കണം. പച്ച ഇട്ടേക്കണം മലയാളിയാണ്, മറ്റേത് ഹിന്ദിക്കാരൻ എന്തുകൊണ്ടാണ്. അപ്പോൾ പുള്ളി കണ്ടപ്പോഴേ ഹിന്ദിക്കാരൻ കണ്ടിട്ട് ആ മലയാളിയോട് പറഞ്ഞു ഞാൻ ക്യാമറ ഉണ്ട്. അപ്പോൾ എന്നോട് വന്ന് ചോദിച്ചു ക്യാമറ ഓണാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓണാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് ക്യാമറ ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ശരി. എനിക്കിത് നേരത്തെ അറിയാമായിരുന്നു. ഞാനിത് വൈഫിനോട് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു ഇല്ല ക്യാമറ ഉപയോഗിക്കാം, കഴിഞ്ഞ വട്ടം വന്നപ്പോൾ അവൾ വീഡിയോ എടുത്തു, എല്ലാവരും വീഡിയോ എടുക്കണമല്ലേ. എനിക്ക് നേരത്തെ അറിയാം. നമ്മൾ കൊച്ചിയിലൊക്കെ അവർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പണ്ട്. പിന്നെ അവർ അതിന് വേണ്ടിയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കണമൊക്കെ ഞാൻ കണ്ടോണ്ട്. അപ്പോൾ എനിക്കറിയാമായിരുന്നു ക്യാമറ ഉപയോഗിക്കുന്നത് അവർക്കുള്ള ഒരു പോളിസിയിലെതിരാണ്. അവരുടെ സാധനങ്ങളോ അവരുടെ അറേഞ്ച്മെൻറ്റ്സോ പുറത്ത് പോകുന്നതുകൊണ്ടായിരിക്കാം. പക്ഷേ അതുവരെയുള്ള ഷൂട്ടേജ് ഞാൻ ഉപയോഗിച്ചു. അവരത് ഉപയോഗിക്കരുതെന്നോ ഡിലീറ്റ് ചെയ്യണമെന്നൊന്നും പറഞ്ഞില്ല. ക്യാമറ ഉപയോഗിച്ചു, ക്യാമറ ഇതാക്കണം ഓഫാക്കണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അവർ മാന്യമായിട്ട് പറഞ്ഞു. അങ്ങനെ അത് അപ്പോഴേ ഞാൻ അത് ഓഫ് ചെയ്തു.
എന്നിട്ട് അവിടെ നിന്ന് സാധനങ്ങൾ കുറച്ച് മേടിച്ചു. ബില്ല് ചെയ്യാനൊന്നും അവിടെ പോയപ്പോഴൊന്നും ക്യാമറ എടുത്തില്ല അവർ. അപ്പോൾ ഇനി അവരവിടെ ചോദിക്കാമല്ലോ എന്ന് വെച്ചിട്ട് വേറൊരു ഇതാവണ്ടെന്ന് വിചാരിച്ചിട്ട് അത് ഞാൻ ക്യാമറയിൽ എടുത്തില്ല. പിന്നെ അവിടെ നിന്ന് എനിക്ക് തോന്നുന്നു ഞാൻ കഫേയുടെ ഒരു ഏരിയ കാണിച്ചായിരുന്നു. അവിടെ കുറേ നല്ല പബ്സ് ഉണ്ടാവും, കുറേ വെറൈറ്റി ഐറ്റംസ് ഉണ്ടാകും. അതിനകത്ത് ഞാൻ ഒരു ചിക്കൻ മഞ്ചൂരിയൻ പബ്സ് എന്തോ മേടിച്ചു. എന്നിട്ട് ഞങ്ങൾ തിരിച്ച് പാർക്കിങ്ങിൽ വന്ന് ഞങ്ങൾ പോകാൻ. അപ്പോൾ ഇവിടെയാണ് ഇനി പാർക്കിങ്ങിൽ എടുത്തിട്ട് ഇനി ഞങ്ങൾ മറ്റേ ഇത് കാണിച്ചിട്ട് പൈസ കൊടുത്തിട്ട് പോകണം. എനിക്കൊന്ന് ഞങ്ങളൊരു 1 മണിക്കൂറോ 2 മണിക്കൂറോ എന്തോ സ്പെൻഡ് ചെയ്തു. അപ്പോൾ ഒരു 50 രൂപ എന്തോ ആയി, അതിന് വേണ്ടിയിട്ടായി ഇവിടെ. പക്ഷേ ഇതൊരു ഞങ്ങൾ അവിടെ നിന്നൊരു എനിക്ക് തോന്നുന്നു 600 രൂപയുടെ സാധനം ക്രെഡിറ്റ് കാർഡിൻ്റെ ഓഫർ കഴിഞ്ഞിട്ട് ഒരു 340 രൂപ ആ സംതിങ്ങിന് എന്തോ നമ്മളവിടെ ഫണ്ട് അവിടെ കൊടുത്തു. അപ്പം കുറച്ച് ഇതിന് അവർ ആ ബില്ല് കൊടുക്കുമ്പോൾ ഫ്രീ ആയിട്ട് തരാം. ഞാനത് MOTയിൽ കണ്ടിട്ടുണ്ട്, ബില്ല് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാം. പിന്നെ മുംബൈയിൽ ഏതോ മാളിലൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇവിടെയും അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ലതാവും. പക്ഷെ എനിക്കൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. ഇവിടെയൊന്നും അതൊന്നുമില്ല. ഇവിടെ പാർക്കിങ്ങിന് ബാംഗ്ലൂർ ഭയങ്കര പൈസ, എവിടെ പോയാലും 50 രൂപ അങ്ങനെ ഭയങ്കര പൈസ. അത് ബാംഗ്ലൂരിൻ്റെ ഒരു പ്രശ്നമാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.